ഹലോ ഓൾ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നീറ്റ് MDS 2025 എക്സാമിൽ 219 റാങ്ക് കരസ്ഥമാക്കിയ ഡോക്ടർ ഫൈസനെയാണ്. ഫൈസയുടെ ഒരു ജേണി, നീറ്റ് MDS പ്രിപ്പറേഷൻ്റെ ജേണിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നത്. സോ വെൽക്കം ഫൈസ. 219 എന്നുള്ള ഒരു ഡ്രീം റാങ്ക് 2025 എക്സാമിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എന്തായിരുന്നു BDS ജേണി, എവിടെയാണ് BDS പഠിച്ചത്, എന്തുകൊണ്ട് MDS എടുക്കണമെന്ന് ഇനീഷ്യലി തന്നെ ആഗ്രഹിച്ചു എന്നുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഞാൻ പഠിച്ചത് ആലപ്പുഴ ഡെൻ്റൽ കോളേജിലാണ്. BDS കഴിഞ്ഞിട്ട് ഇത് പ്രിപ്പയർ ചെയ്യണമെന്ന് തോന്നാൻ കാര്യം, എനിക്ക് കുറേ എൻ്റെ സീനിയേഴ്സ് എല്ലാവരും കഴിഞ്ഞിറങ്ങിയവരൊക്കെ എന്നോട് പറയും, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിനിക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയാണ് സാലറി, അത് അങ്ങനെയൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ നമുക്ക് ഇനിയുള്ള ബെസ്റ്റ് ഓപ്ഷൻ MDSന് പോകുന്നതായിരിക്കും എന്നെനിക്ക് തോന്നി. എന്നെക്കൊണ്ട് പറ്റുന്നത് ഒന്ന് നോക്കിയാൽ പറ്റുമല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഹൗസ് ഏജൻസി ടൈമിൽ തന്നെ ജസ്റ്റ് ചുമ്മാ വായിക്കുമായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ പൾസ് ചെയ്യും, പിന്നെ അന്ന് ഞാൻ ബാട്ട്യൻ്റെ ക്ലാസ് കഴിക്കും. അങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്നല്ല, ഞാൻ അങ്ങനെ ഇരുന്ന് വായിക്കുമായിരുന്നു. കാരണം എനിക്ക് ബേസ് അത്രയില്ല. ഞാൻ BDS ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ടൈമിൽ ഒക്കെ ചുമ്മാ ക്ലാസ് പോവും, ഒരു എല്ലാ BDS യൂണിവേഴ്സിറ്റി എക്സാം അടിപൊളിയായിട്ട് പഠിക്കുന്നു, എക്സാം അങ്ങനെ റാങ്ക് കിട്ടണം അങ്ങനെയൊന്നുമല്ല ഞാൻ പഠിച്ചത്. ജസ്റ്റ് എങ്ങനെയും ഒന്ന് പാസ്സാവണം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. കാരണം BDS കിട്ടി, ഇനിയിപ്പോൾ ഇത് പഠിക്കണം, അങ്ങനത്തെ ഒരു ഇതേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു ക്ലിനിക്കിലൊക്കെ കയറിയപ്പോൾ എനിക്ക് തോന്നി, ഇത് പറ്റും, ഇത് നമുക്ക് കൊള്ളാം, അങ്ങനത്തെ ഒരു ഇഷ്ടം വന്നു തുടങ്ങിയത് എനിക്ക് തേർഡ് ഇയറിലാണ്. അതുവരെ ഞാൻ ചുമ്മാ വെറുതെ, എനിക്ക് അതുകൊണ്ട് ഒരു ബേസിക് സബ്ജക്റ്റ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഹൗസ് ഏജൻസി ടൈമിൽ ഞാൻ ചെയ്തത് ക്ലാസ് കേൾക്കും, നോട്ട് എഴുതി വെക്കും. ഞാൻ എക്സാംസ് ഒന്നും അറ്റൻഡ് ചെയ്യലില്ല, വെറുതെ ഇങ്ങനെ ക്ലാസ് കേട്ടിരിക്കലുണ്ട്. പിന്നെ ഒരു ടൈം ആയപ്പോൾ എനിക്ക് തോന്നി, ഇത് എനിക്ക് കൂടിയാൽ കൂടില്ല, നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം. എന്നാലും ഞാൻ വായിച്ച് ലാസ്റ്റ് ഒരു എക്സാം പോസ്റ്റ്പോൺ ചെയ്ത ടൈമിലൊക്കെ ഞാൻ ഇരുന്ന് വായിച്ച്, അന്ന് എനിക്ക് ആ എക്സാമിൻ്റെ റാങ്ക് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി, ഇതൊന്നും ഇരുന്നാൽ നമുക്ക് കിട്ടും. അതാണ് ഒരു ബേസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 2017 ബാച്ചാണ് ഫൈസ. 17 ബാച്ച് കഴിഞ്ഞ് ഒരു ഇയർ ഇൻറ്റേൺഷിപ്പിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വീണ്ടും ഒന്ന് പ്രിപ്പയർ ചെയ്യാനിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ പേർക്ക് ഈ ഡ്രോപ്പ് ചെയ്തെടുക്കുന്നതിനുള്ളൊരു കൺഫ്യൂഷൻ കുറേ പേര് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രോപ്പ് ചെയ്തെടുക്കുന്നതിനെ കുറിച്ച് ഫൈസിൻ്റെ അഭിപ്രായം എന്താണ്? ബേസിക്സ് പോവോ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുക? ഞാൻ ശരിക്കും എനിക്ക് അന്ന് ആ റാങ്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ 853 എൻ്റെ റാങ്ക്. അപ്പം ഞാൻ ആലോചിച്ചു, എനിക്ക് തോന്നുന്നു 853 ആ ഒരു വർഷം മേ ബി സീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നോൺ ക്ലിനിക്കലായിട്ട് ഏതെങ്കിലും സീറ്റ്സ് ഗവൺമെന്റ് MDS തന്നെ കിട്ടുമായിരുന്നു അല്ലേ? എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, എനിക്ക് ക്ലിനിക്കൽ ബ്രാഞ്ച് കിട്ടണം എന്നുള്ളത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആ റാങ്ക് കിട്ടിയപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ എന്താ ഒന്നും കൂടെ പഠിക്കാം, അതല്ലേ ഉള്ളൂ വേറെ ഓപ്ഷൻസ്. അപ്പോൾ ഒരു കഴിഞ്ഞ ജൂൺ ഫസ്റ്റ് ഒക്കെ മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാൻ, റീസ്റ്റാർട്ട് ചെയ്ത്. കാരണം അതിലിടക്ക് പിന്നെ റിസൾട്ട് വന്ന് പിന്നെ കുറേ വീട്ടിൽ അങ്ങനെ. അപ്പോൾ ജൂൺ ഫസ്റ്റ് തുടങ്ങി, അന്ന് ജൂൺ ഫസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അന്ന് മുതൽ ഞാനൊരു പേപ്പറിൽ ഡേറ്റ് ഇട്ടിട്ട് ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻ ചെയ്ത് മെല്ലെ മെല്ലെ സ്ലോലി സ്റ്റാർട്ട് ചെയ്ത് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും ഞാൻ ഹൗസ് ഏജൻസി ടൈമിൽ ഞാൻ ക്ലാസ്സൊക്കെ കേട്ട് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ബേസ് ഉണ്ട് എന്നുള്ളൊരു സാധനം ഞാൻ ശരിക്കും ഉണ്ടാക്കിയത് അത് ഹൗസ് ഏജൻസി ടൈമിലാണ്. അത് തന്നെയാണ് ഒരു കോൺഫിഡൻസ്, റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് പറയുന്നത്. എനിക്ക് അന്നേരം എനിക്ക് ബയോകെമിസ്ട്രി ആണെങ്കിലും ഈ മെഡിസിൻ അവരെ സബ്ജക്ട്സ് MBBS വരെ സബ്ജക്റ്റ് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊന്നും പഠിക്കൂല ആ ടൈമിൽ, നമ്മളെ BDS ടൈമിൽ ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കണം. ഞാനൊക്കെ മൈക്രോ 10 എക്സാമിന് എനിക്കിഷ്ടം മൈക്രോ, അപ്പം ഞാൻ മൈക്രോ മാത്രം പഠിച്ച് 35 കിട്ടണമല്ലോ. അപ്പോൾ മറ്റേതിൻ്റെ കുറച്ച് ടോപ്പിക്സ് നോക്കി എടുത്ത് അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചത്. ജസ്റ്റ് എങ്ങനെയാലും ഒരു 35 എബോവ് കിട്ടണം ആ ഒരു ഇൻറ്റൻഷനിൽ. പക്ഷേ ആ ഹൗസ് ഏജൻസി ടൈമിൽ ക്ലാസ്സൊക്കെ കേട്ടുകൊണ്ട് എനിക്ക് നല്ലൊരു ബേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല എളുപ്പമായിരുന്നു. എന്നുവെച്ചാൽ അധികം ഇങ്ങനെ സ്ട്രെസ് എടുക്കണ്ട, പൾസ് ചെയ്യണം. പിന്നെ ക്ലാസ് നല്ലപോലെ ഓൾറെഡി ബേസ് ഉള്ളതുകൊണ്ട് എന്താ പറയുക, അതിൻ്റെ ഒരു സ്ട്രെസ് റിലീഫ് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ ആദ്യം ഒരു നവംബർ വരെ എയിംസ് എക്സാം വരെ ഞാൻ ഹോസ്റ്റലിൽ തന്നെ നിന്ന്. കാരണം ഞാൻ ആലപ്പുഴ തന്നെ നിന്ന്. അതുകൊണ്ട് പിന്നെ എനിക്ക് അവിടെ നിന്ന് ആ ഒരു റാങ്ക് കിട്ടിയപ്പോൾ പിന്നെ എയിംസിന്റെ റാങ്ക് വന്നപ്പോൾ അത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എയിംസിന്റെ റാങ്ക് നവംബർ എയിംസിൽ 43 ആയിരുന്നു റാങ്ക്. തീർച്ചയായിട്ടും അതൊരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ്. എയിംസ് പോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് 43 റാങ്ക് വരിക എന്നുള്ളത്. ഓൾറെഡി സീറ്റ്സ് എന്തായാലും അലോട്ട്മെന്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലിനിക്കൽ അല്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ സീറ്റ്സ് കിട്ടും. അപ്പോൾ എയിംസിലെ റാങ്ക് 43 ഡ്രോപ്പ് ചെയ്ത് എന്തുകൊണ്ട് വീണ്ടും ഒരു നീറ്റ് MDS 2025 ട്രൈ ചെയ്യണം എന്നുള്ളൊരു കാര്യം വന്നത് എപ്പോഴാണ്? എയിംസ് റാങ്ക് വന്നപ്പോൾ എല്ലാവരും എന്നോട് ഇതെന്തായാലും കിട്ടും, എനിക്കിത് അറിയില്ലല്ലോ ഇതെന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ OBC
കാറ്റഗറി ഒക്കെ നോക്കുമ്പം കിട്ടും. അങ്ങനെ എനിക്ക് ആ ഒരു നവംബർ 10th എക്സാം കഴിഞ്ഞ് ജാനുവരി ഇവരെ ക്ലാസ് തുടങ്ങുന്നത് വരെ എനിക്കൊരു ബ്രേക്ക് ആയിരുന്നു. പക്ഷെ ഞാൻ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് അത് അന്വേഷിക്കൽ അതും കൊണ്ട് നടക്കാം. അന്ന് കമ്മ്യൂണിറ്റി ഭോപ്പാല എനിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ കുറേ ആലോചിച്ച് പോകണോ വേണ്ടേ, കുറേ പേരോടൊക്കെ അന്വേഷിച്ച്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി വേണ്ട, എനിക്ക് ഇഷ്ടമുള്ളത് ഇതല്ലല്ലോ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം, അടുത്ത് കിട്ടുന്നത് ക്ലിനിക്കൽ ബ്രാഞ്ച് തന്നെ നോക്കാം എന്നുള്ളതിൽ പ്രിപ്പയർ ചെയ്തു. പക്ഷേ അന്ന് ആ എയിംസ് റിസൾട്ട് വന്നപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ വന്നു. പിന്നെ പഠിച്ചത് വീട്ടിൽ നിന്നാണ്, ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വീട്ടിൽ നിന്ന്, അത് ഒരു കോൺഫിഡൻസ് ആയിരുന്നു, ഇത് എനിക്ക് പറ്റും, ഒരുവിധം എനിക്കറിയാം. പക്ഷെ ചിലർക്കൊക്കെ അത് നടക്കൂല കേട്ടോ. വീട്ടിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ പഠിക്കുന്നത് ശരിയാവും. എല്ലാവർക്കും അതെടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് അധികം സ്ട്രെസ് ഇല്ല, അതെല്ലാവർക്കും അല്ല. എന്നെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഉമ്മാൻ്റെ അടുത്തൊക്കെ ആകുമ്പോഴുള്ളൊരു അതിൻ്റെ അഡ്വാൻറ്റേജ്. പക്ഷെ അത് കുറച്ച് നെഗറ്റീവായിട്ടും വരുവേ, കാരണം നമ്മള് കുറേ അങ്ങനെ ആവും. അല്ലെങ്കിൽ ഹോസ്റ്റലാകുമ്പോൾ നമ്മൾ ഒറ്റക്ക് ഇതിൻ്റെ മുന്നിൽ മാത്രമാവും. പക്ഷെ വീട്ടിലാവുമ്പോൾ കുറച്ചൊരു ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരും, ഒക്കെ നമ്മൾ നോക്കേണ്ടി വരും. അങ്ങനെയാണ്. ഒരു വർഷം ഡ്രോപ്പ് എടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത്? ഡ്രോപ്പ് എടുക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടോ അവർ? അങ്ങനെ ചോദിച്ചാൽ അതിപ്പോൾ ഇനിയിപ്പോൾ ഇന്റേൺഷിപ്പിൽ പഠിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ ഡ്രോപ്പ് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ആണെങ്കിലും നമ്മളൊരു ഇപ്പം എനിക്കിത് കിട്ടണം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ ഒരു വർഷം നമ്മൾ ഇതിന് ഇരിക്കണം. അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മൾ ഇതിൽ വന്നാൽ ചിലരൊക്കെ പറയും ഒരു പൾസ് ഒരു 3 പ്രാവശ്യം ചെയ്താൽ ഇത് കിട്ടുമായിരിക്കും. ഞാൻ അന്ന് എനിക്ക് 853 കിട്ടിയ പോലെ കിട്ടുമായിരിക്കും. കാരണം അന്ന് പക്ഷെ ഞാൻ അന്നും ക്ലാസ്സൊക്കെ കേട്ടിട്ടുണ്ട്, എല്ലാ സബ്ജക്റ്റും കേട്ടിട്ടില്ല. എന്നാലും ഓൾമോസ്റ്റ് എനിക്ക് കുറച്ച് സബ്ജക്ട്സ് ബാക്കിയുണ്ടായിരുന്നു. ഒരു 4 സബ്ജക്റ്റൊക്കെ ഞാൻ പഠിക്കാണ്ട് തന്നെ സാധാ ജസ്റ്റ് പൾസ് ചെയ്തിട്ടാണ് പോയത്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഡ്രോപ്പ് എടുത്താലും നമ്മളിപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഞാൻ ഇതിന് ഒരു വർഷം ഡെഡിക്കേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചിരുന്നാൽ ഉറപ്പായിട്ടും കിട്ടും. അത് ഏത് സാധാ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നമ്മൾ വിചാരിക്കും ക്ലാസ് ടോപ്പർ ആവണം, അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു സാധാ ഒരു സ്റ്റുഡൻറ്റ് എന്ന ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ കിട്ടും, ഉറപ്പാണ്. എനിക്കങ്ങനെയാണ് തോന്നിയത്. കാരണം അത്രയും ടൈമുണ്ട് നമുക്ക്, ഒരു വർഷം ഇരിക്കുകയല്ലേ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ക്ലിനിക്ക് അതൊന്നും കൊണ്ട് നടക്കുകയാണെങ്കിൽ പറ്റൂല, എനിക്ക് പറ്റൂല. ചിലരുണ്ട് കുറച്ച് നാൾ ക്ലിനിക്കിൽ പോവും, കുറച്ച് നാൾ പഠിക്കും, അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. നമ്മൾ ഇതിനായിട്ടിരിക്കണം. കാരണം 19 സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റ് മൊത്തം നമ്മൾ തറവാക്കണം, എന്നാലേ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. അല്ലെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ അത് പഠിച്ചിട്ടില്ല, ഇത് പഠിച്ചിട്ടില്ല, അത് തന്നെ മതി നമുക്ക് റാങ്ക് കിട്ടാണ്ടിരിക്കാൻ. ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ എങ്ങനെ പോയി എഴുതിയാലും ഞാൻ ഈ റാങ്കിലെത്തും, അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് വേണം പരീക്ഷയ്ക്ക് പോകുമ്പോൾ. ഫൈസ് പറഞ്ഞു വീട്ടിലിരുന്നിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീട്ടിലൊരു ദിവസം എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക? ഓരോ ദിവസം എങ്ങനെയാണ് പ്രിപ്പറേഷൻസിന് വേണ്ടി കൊണ്ടുപോവുക? ഇന്നിപ്പം ഞാൻ ഡെയിലി ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയ അന്ന് മുതൽ എനിക്കൊരു ഞാൻ തലേന്ന് പ്ലാൻ ചെയ്യും. നാളെ ഇപ്പം നമുക്കൊരു എക്സാം ഉണ്ടാവുമല്ലോ. ഇപ്പം നെക്സ്റ്റ് വീക്ക് ഒരു എക്സാം ഉണ്ട്, നാളെ ഇപ്പം കമ്മ്യൂണിറ്റി എക്സാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക് ഇപ്പോൾ ടൈം ഉണ്ടാവും എക്സാമിന്. ആ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ദിവസം പ്ലാൻ ചെയ്യും, ഈ 1 വീക്കിനുള്ളിൽ ഞാൻ ഈ കമ്മ്യൂണിറ്റി തീർക്കണം. അതിലിടയ്ക്ക് കിടന്ന് കുറേ സബ്ജക്റ്റ് നോക്കാലൊന്നുമില്ല, ആ കമ്മ്യൂണിറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും ഫസ്റ്റ് റീഡിങ് എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ അത് ആ റീഡിങ് എപ്പോഴും നല്ലോണം വായിച്ചാൽ പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അതല്ലാണ്ട് ഫസ്റ്റ് റീഡിങ് തന്നെ ഉഴപ്പി വായിച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് റീഡിങ്ങിൽ ഞാൻ ചെയ്യുമ്പം അന്ന് ഞാൻ നോട്ടൊക്കെ എൻ്റെ ഒരു ബേസ് എൻ്റെ കൈമേലുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഇപ്രാവശ്യം ഞാൻ ജൂണിൽ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഓരോ എക്സാം വരുമ്പോഴും ക്ലാസ് കേൾക്കും. എൻ്റെ ക്ലാസ് ഞാൻ പിന്നെയും ഇത് ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം ഒന്നുകൂടെ ക്ലാസ് കേൾക്കും, പിന്നെ അതിനെ പൾസ് ചെയ്യും. പക്ഷേ നമ്മൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെ പൾസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ സാധനം തീരും. അതല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 1 hour ഇരുന്നാൽ ഇതങ്ങനെ ചെയ്യുള്ളൂ. അതായത് വെറുതെ ഇരുന്ന് പൾസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടൈം ലാഗിങ്. ക്ലാസ് കേട്ട് അപ്പം തന്നെ അല്ലെ ആ ദിവസം തന്നെ പൾസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് പൾസ് ചെയ്ത് തീരും. ഞാൻ ചെയ്തത് ക്ലാസ് ഓൾറെഡി എനിക്ക് ഒരു ബേസ് ഉണ്ട്. അപ്പം ഞാൻ പൾസ് ചെയ്യുമ്പം എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ ഫസ്റ്റ് എക്സാം എഴുതുമ്പോൾ തന്നെ ഞാൻ 2 പ്രാവശ്യം പൾസ് ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതന്നെ പെരിയോ, ഓറൽ സർജറി, ഡെന്റൽ അനാട്ടമി ഒന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും ഞാനൊരു തട്ടിമുട്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്യും, പൾസ് ചെയ്യും.
പൾസ് ചെയ്തതിന് ശേഷം ആപ്പ് ചെയ്യും. അങ്ങനെ ആപ്പിലെ ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കായിട്ട് ചെയ്യും. പക്ഷെ അത് ചെയ്യുന്നത് തന്നെ എല്ലാം ഇന്നിപ്പോൾ കമ്മ്യൂണിറ്റി ഫുള്ള് തീർക്കണം എന്നുള്ളതിലല്ല. ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ഒരു ദിവസം അല്ലാണ്ട് ഒരുപാട് കാണുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഡെയിലി ടാർഗറ്റ് പോലെ എങ്ങനെ ചെയ്തു സ്പ്ലിറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് എക്സാം ആകുന്നതിക്ക് അത് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ പിന്നെ എല്ലാ സബ്ജക്റ്റിനും നമ്മൾ ആപ്പും കറക്റ്റ് ചെയ്യണം. ജസ്റ്റ് ഒരു പൾസ് മാത്രം ചെയ്തതുകൊണ്ടോ, പൾസിലുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട്. പക്ഷെ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഇതിൽ ഇനി ഇത്രയും ഉണ്ടായിരുന്നോ അങ്ങനെ തോന്നും. എന്നാലും കുറച്ചുകൂടെ ഒരു ഡെപ്തിൽ ഒരു എയിംസ് ലെവലൊക്കെ ഇതാക്കുന്ന ആൾക്കാർ പക്ക ഈ ആപ്പും ഒക്കെ ചെയ്യണം. അങ്ങനെ ഈ MCQ ആണ് കോർണർ സ്റ്റോൺ എന്ന് എല്ലാവരും പറയും. അതായത് MCQ ചെയ്യലാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ. അപ്പോൾ MCQ ചെയ്യുമ്പോൾ കുറേ നെഗറ്റീവ്സ് ഒക്കെ വരുമല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ടാക്കിൾ ചെയ്തിട്ടുള്ളത്? ഈ നെഗറ്റീവ്സ് MCQ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യുമായിരുന്നു? ഞാൻ ഈ പൾസിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് മാർക്ക് ചെയ്യും. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒന്നുകിൽ ഒരു ഡോട്ടറും അത് എനിക്ക് ഐശ്വര്യേച്ചി പറഞ്ഞു തന്നതാ, ഒരു മാർക്ക് ഇടുക. എന്നിട്ട് നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ഇനിയും കിട്ടുന്നില്ല പിന്നെയും മാർക്ക് ചെയ്യുക. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം കുറെ ഡോട്ട് ഉണ്ടാവുമല്ലോ. കുറച്ച് കഴിയുമ്പോൾ അത് 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ അത് കിട്ടും. അത് ടിക്കറ്റ് വെച്ചേക്കാം മതി. എന്നാൽ ലാസ്റ്റ് റിവിഷന്റെ ടൈമിൽ നമുക്ക് എന്താവും, ഈ സാധനം കുറേ വായിക്കണ്ടല്ലോ. ഈ മാർക്ക് ചെയ്തത് മാത്രം വായിച്ചാൽ മതി. ലാസ്റ്റ് ഒന്നും നമുക്ക് അധികം സമയം ഉണ്ടാവില്ല. ഒന്നാമത് ഫുള്ള് പൾസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഈ മാർക്ക് ചെയ്തത് മാത്രം നോക്കി പോയാൽ മതി. പിന്നെ തെറ്റുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റാണ് ഞാൻ ചെറിയൊരു ബുക്കിൽ ഫുൾ എഴുതി വെച്ചിട്ടുണ്ട്. ഷോർട്ട് ഡയറി പോലെ. MCQ ചെയ്യലാണല്ലോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഫൈസ MCQ ചെയ്യുന്ന സമയത്ത് കുറേ മിസ്റ്റേക്സുകൾ വരും. നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് MCQ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തൊക്കെ സ്ട്രാറ്റജിയാണ് ഈ മിസ്റ്റേക്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്? പൾസ് ചെയ്യുകയാണെങ്കിൽ പൾസിലുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെക്കും. ഈ ഒരു പ്രാവശ്യം തെറ്റിച്ചാൽ അത് മാർക്ക് ചെയ്തതിന് പിറ്റത്തെ പ്രാവശ്യം ചിലപ്പോൾ പിന്നെ ആ ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിക്കും. സെയിം ക്വസ്റ്റ്യൻസ് ചിലത് നമ്മളെ മെമ്മറിയിൽ നിൽക്കൂലേ, കുറേ പ്രാവശ്യം വായിച്ചു. എക്സ്പ്ലനേഷനൊക്കെ വായിച്ചാലും എന്നാലും തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഒരു പ്രാവശ്യം പൾസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ ഒരു വട്ടം ചെയ്ത്. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചത് തന്നെയാണോ, ആ ഒരു അവസ്ഥ വരും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലോ ഒരു എക്സാം കഴിഞ്ഞ് പിന്നെ നമ്മളത് നോക്കുക. പിന്നെ എപ്പോഴെങ്കിലും ഒരു എക്സാം ഇട്ടാല അങ്ങനെയാണ് നോക്കുക. എനിക്കൊക്കെ അങ്ങനെ, കാരണം ഞാനായിട്ടൊരു ഒരു മാസം കഴിയുമ്പോൾ അടുത്ത സബ്ജക്റ്റ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഏതാണ് എക്സാം വരുന്നത് അതിനനുസരിച്ച് ഞാൻ പഠിക്കും, അത്രേ ഉള്ളൂ. പിന്നെ എക്സാംസിന് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് തെറ്റി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും എഴുതി വെക്കും. എല്ലാം ഒന്നും എഴുതൂല. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഞാൻ ഇതുവരെ കേൾക്കാത്തതാണ്, ഇത് പുതിയതാണെന്നുള്ളത് എഴുതി വെക്കും. അത് പിന്നെ 2-3 പ്രാവശ്യം വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിക്കും. അല്ലാതെ പുതിയ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. എക്സാംസിനും നോട്ടിലുള്ളത് നമുക്കറിയാം, പൾസിലുള്ളത് നമുക്കറിയാം. ഇതേപോലെ പുതിയ ക്വസ്റ്റ്യൻസ് വരുന്നത് ജസ്റ്റ് എഴുതി വെച്ചാൽ പിന്നെ ലാസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ ഹെൽപ്ഫുൾ ആവും. ഇപ്പോൾ പ്രിപ്പറേഷൻ സമയത്ത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടായിട്ടുണ്ടാവും. അത് എങ്ങനെ ടാക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇന്ന സബ്ജക്ട് ഭയങ്കര ടഫ് അങ്ങനെ ഒരു സാധനം എനിക്കില്ല. കാരണം എനിക്കെല്ലാം പഠിക്കണം. എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് കുറേ വായിക്കുമ്പോൾ ഇതിങ്ങനെയൊക്കെ ആണല്ലേ, അന്ന് ഞാൻ പഠിച്ചില്ലല്ലോ. പുതിയ കാര്യം കിട്ടുമ്പോൾ എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ നോട്ടാണെങ്കിലും എക്സ്പ്ലനേഷൻ ആണെങ്കിലും ഞാൻ ഇങ്ങനെ ഇരുന്ന് വായിക്കും. കുറേ ടൈം കൺസ്യൂം ചെയ്യും, എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അത് കുറച്ച് നല്ല കാര്യമാണ് ഒരു കണക്കിന്. കാരണം നമുക്ക് കുറച്ചുകൂടെ കൺസെപ്റ്റ് ആവും, ഇൻഡെപ്ത് പോവും. പക്ഷെ ഒരു കണക്കിന് നെഗറ്റീവും വരും, കാരണം നമ്മൾ കുറേ സമയം എടുക്കും. ഇപ്പോൾ 1 year ഒക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല സമയമുണ്ട്. കാരണം എനിക്ക് നമ്മൾ ഹൗസ് ഏജൻസി ടൈമിലും എല്ലാം വായിക്കുന്നുണ്ടെങ്കിൽ നല്ല സമയമുണ്ട്. വേറെ ഒരു പരിപാടിയും ഇല്ല, നമ്മൾ ഇതിനായിട്ട് ഇരിക്കുകയാണെങ്കിൽ നല്ല സമയമുണ്ടല്ലോ, ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു സബ്ജക്റ്റ് പൾസ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മാർക്കും. ഇത് ഞാൻ മാർക്ക് ചെയ്ത് വെക്കും, ഇത് ഞാൻ ഒരു വട്ടം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ എനിക്ക് ഒരു തോന്നൽ ഇത് ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് തോന്നിപ്പോകും. പക്ഷേ 2 പ്രാവശ്യമാണ് അതൊരു എനിക്കൊരു കോൺഫിഡൻസാണ്. ഈ ടോപ്പിക്ക് ഞാനൊരു 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടാൻ ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കായിരുന്നു. ഇത് ഞാൻ ഇത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൾസിൽ തന്നെ സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കും. അങ്ങനെ ഇപ്പോൾ ഈ ഡിഫിക്കൽട്ട് സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ട് സബ്ജക്ട്സ് ഫാക്കൾട്ടീസ് ഹെൽപ്പ് ചെയ്ത് കുറച്ചും കൂടിയും കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആവാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ, ഫാക്കൾട്ടി ഉണ്ടോ? എനിക്ക് ഫിസിയോളജി, ബയോകെമിസ്ട്രി അതൊന്നും ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കാത്ത സബ്ജക്റ്റാണ്. കാരണം പാസ്സാവാൻ വേണ്ടി മാത്രം പഠിച്ചതാണ്. അനാട്ടമി ഒക്കെ എല്ലാത്തിനും എനിക്ക് 40 below മാർക്ക്, അത്രയും അങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ജസ്റ്റ് പാസ് മാർക്കാണ് ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതൊക്കെ പഠിക്കുമ്പം ഈ അഭിരാമി മാമില്ലേ, ആ മാമിൻ്റെ ക്ലാസ് എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ആ ഒരു സബ്ജക്റ്റ് പഠിച്ചതുകൊണ്ട് മെഡിസിനും
എല്ലാം നമുക്ക് കോറിലേറ്റ് ചെയ്ത് പോകുമല്ലോ. പിന്നെ മെഡിസിൻ്റെ സബ്ജക്റ്റും മെഡിസിന് സാറിൻ്റെ ക്ലാസ്സും നല്ലത്. ഞങ്ങൾക്ക് ഞാൻ അന്ന് ഇട്ട ക്ലാസ് സാറിൻ്റെ ക്ലാസ്സാണ്. ആ ക്ലാസ് നോട്ട് ഞാൻ പിന്നെയും വായിച്ചിരുന്നു. കാരണം അതും നല്ല കൺസൈസ്ഡ് ആയിട്ട് നമുക്ക് അത് പത്തോ അതൊക്കെ കൂടി എല്ലാം ഞാൻ മിക്സ് ചെയ്ത് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റ് ചെയ്തിട്ടാണ് പഠിച്ചിരുന്നത്. അങ്ങനെ കുറേ കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓറൽ സർജറി ഒന്നും ഞാൻ ക്ലാസ് അന്നും കേട്ടിട്ടില്ല. അതെന്ന് വെച്ചാൽ എനിക്ക് അന്ന് സമയമില്ല. നമ്മളില്ലേ ഒരു കാര്യം ഫസ്റ്റ് നമ്മൾ ഇന്ന് ചെയ്യുമെന്ന് വിചാരിച്ച് ചെയ്തിട്ടില്ല, പിന്നെ അത് നമ്മൾ ചെയ്യൂല. ഇന്നിപ്പോൾ ഒരു ഫസ്റ്റ് റീഡിങ്ങിൽ നമ്മൾ എത്ര ബെറ്റർ ആയിട്ട് റീഡ് ചെയ്യുന്നോ അതായിരിക്കും ഉണ്ടാവുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ തന്നെ. അല്ലാതെ ഈ പിന്നെ ഞാൻ വായിക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വായന പിന്നെ അങ്ങനെ പോവുള്ളൂ. അത് എല്ലാവരും എൻ്റെ കാര്യം. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഞാൻ പക്ക ആക്കി വെക്കും. ആ ഫസ്റ്റ് റീഡിങ് നല്ല പോലെ അയക്കണം. ഇപ്പോൾ ഫൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നീറ്റ് MDS 2024 800 സംതിങ് റാങ്ക്, നവംബർ 2024 INACET 45 റാങ്ക്, 43 റാങ്ക്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് നല്ല മെൻ്റൽ പ്രഷർ അല്ലെങ്കിൽ ടെൻഷൻസ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു? പക്ഷേ നവംബറത്തെ എക്സാം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊരു പ്രിപ്പറേഷൻ കഴിഞ്ഞ ബാറായിരുന്നു എനിക്ക്. കാരണം ഞാൻ വിചാരിച്ച് കിട്ടാണേ കയറാം എന്നുള്ള ഇത്. പക്ഷെ ജാനുവരി ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇനി ഒന്നും കൂടെ പഠിക്കാം. ആ ഒരു ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ പിന്നെയും പഠിക്കുന്ന പോലെയായിരുന്നു എനിക്ക്. ഞാൻ വീട്ടിൽ വന്ന് പുതിയ സ്പേസ്, പുതിയ പഠിത്തം, അങ്ങനെയായിരുന്നു. ഫൈസിനെ സംബന്ധിച്ച് നീറ്റ് MDS 2024 800 എന്നുള്ള റാങ്ക് ഉണ്ട്. നവംബർ എയിംസിൽ 43 എന്നുള്ള റാങ്ക് ഉണ്ട്. അതിനുശേഷം വീണ്ടും 2025 പ്രിപ്പറേഷൻസ് കൊണ്ടുവരികയാണ്. ആ സമയത്ത് എന്തായാലും മെൻ്റൽ ഇഷ്യൂസ് കുറേ ആൾക്കാർ പല സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് 2025 സ്റ്റിക്ക് ഓൺ ചെയ്തു? എക്സാം കഴിഞ്ഞ് എനിക്ക് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കിട്ടിയത് എയിംസ് ഭോപ്പാൽ PhD. അപ്പോൾ എനിക്ക് PhD എടുക്കാൻ അത്ര താല്പര്യമില്ല. പിന്നെ അത്രയും ദൂരം പോയി. പിന്നെ ഞാൻ പിന്നെയും ഇനിയിപ്പോൾ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോൾ എക്സാം ഉണ്ടല്ലോ, നമുക്ക് നീറ്റ് വരുന്നുണ്ട്. പിന്നെ എന്തായാലും ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ, വായിക്കാം. പിന്നെ ഞാൻ പഠിച്ചതൊന്നും കുറേ ഭയങ്കര രാവിലെ എണീച്ച് ഇങ്ങനെ അങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല. ഇതേപോലെ ജസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടാവും. ഏതെങ്കിലും എക്സാം പറയുമല്ലോ, ആ എക്സാമിന് ആ സബ്ജക്റ്റ് റിവൈസ് ചെയ്യും, പൾസ് എല്ലാം ഒന്നും ചെയ്യലില്ല. ജസ്റ്റ് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ വായിക്കും. ആപ്പ് നല്ലോണം ചെയ്യായിരുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 1 ഇയർ നമ്മൾ ഇതിൻ്റെ പിന്നാലെ നടക്കല്ലേ. വലിയ ഫുൾ ടൈം നമ്മളിങ്ങനെ ഇരിക്കുക, വേറെ ഒന്നും ചെയ്യണില്ലല്ലോ. ഞാൻ ക്ലിനിക്കിൽ എവിടെയും പോകണില്ല. പിന്നെ ഈ വീട്ടിലായതുകൊണ്ടുള്ളൊരു വീട്ടുകാർ ആരെങ്കിലും വരുമ്പം അങ്ങനത്തെ ഒരു അപ്പോൾ വലിയ സ്ട്രെസ് ഇല്ലാണ്ടാണ് ഞാൻ അതിൻ്റെ ശേഷം പ്രിപ്പയർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ. കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടേനി, ഇത്രയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ കൂടെയുള്ള ആൾക്കാർ അത് നല്ലൊരു നമുക്ക് പോസിറ്റീവ് മാത്രം പറയുന്ന വെച്ചാൽ എനിക്ക് കിട്ടും എന്ന് പറയുന്ന ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അതന്നെ ഒരു വലിയ കാര്യമാണ്. ഞാൻ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നതാ, നിനക്ക് അത് കിട്ടിയില്ലേ, നിനക്ക് പറ്റും. ഞാൻ എപ്പോൾ നെഗറ്റീവ് അടിച്ചാലും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും പറയും, എനിക്ക് ഇത്രയും കിട്ടിയില്ല, അന്ന് ആകെ കുറച്ച് നാൾ വായിച്ചിട്ട് നിനക്ക് 800 കിട്ടി. അങ്ങനെ എന്നോട് പോസിറ്റീവ് തന്നെ പറയുള്ളൂ. അപ്പോൾ എനിക്ക് പറ്റുമായിരിക്കും. ഞാൻ എത്ര നെഗറ്റീവ് അടിച്ചാലും എന്നോട് ആരെങ്കിലുമൊക്കെ നല്ലത് പറയുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് കിട്ടും. അങ്ങനെ തന്നെ. ഇപ്പോൾ ഭയങ്കര ഡള്ളായിരിക്കുന്ന സമയത്ത് എന്തായിരുന്നു ഈ ഡൾനെസ് ഒക്കെ മാറ്റാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്തെങ്കിലും ഹോബീസ് ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ട്? ഹോസ്റ്റലായിരുന്ന ടൈമിൽ ഞാൻ അങ്ങനെ എനിക്കൊന്നും പഠിക്കാനാകുമ്പോൾ ഞാൻ പുറത്തു പോകും, ഒരു ഷവർമയ്ക്കും അതൊക്കെ തന്നെ. അങ്ങനെ വീട്ടിലായപ്പം പിന്നെ എവിടെ നമ്മളെ ചുറ്റുവട്ടത്തും കുടുംബക്കാരെല്ലാം നമ്മളടുത്ത് തന്നെയാണ്. അപ്പം ചുമ്മാ ഒന്നിറങ്ങും. പിന്നെയും ഒരു 3-4 മണിക്കൂർ അങ്ങനെ പോയാലും കുഴപ്പമില്ല. ചില ദിവസം എനിക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ചില ദിവസം നമുക്കൊന്നും പഠിക്കാൻ പറ്റൂല, ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരിക്കും, ഇതൊന്നും ആവണില്ലല്ലോ എന്നുള്ള പോലെ. അങ്ങനെയുള്ള ദിവസം ബുക്കിൻ്റെ മുന്നിൽ തന്നെ ഇരുന്ന് ചടപ്പാവുന്നതിലും ബെറ്റർ ഒരു ദിവസം ഞാൻ ഒന്നും പഠിക്കുന്നില്ല. പക്ഷേ ഫുൾ ഡേ സമയമുള്ളവർക്ക് എടുക്കാം. എനിക്ക് സമയം ഉണ്ടായിരുന്നു, കാരണം എനിക്ക് അത്രയും ടോപ്പിക്ക് എനിക്ക് പഠിക്കാൻ ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കും ഇന്ന് കുറേ നേരം വെറുതെ ഇരുന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെയും തുടങ്ങാം അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും ഇതുമ്പോൾ തന്നെ ഇരിക്കും, നമ്മൾ അടുപ്പാവും. നമ്മൾ ഈ ഫുൾ ബുക്കിൻ്റെ മുന്നിൽ തന്നെ അല്ലേ. അപ്പം എന്തെങ്കിലും ഒരു ബ്രേക്ക് എടുക്കുക. ഞാൻ മിക്കവാറും വീട്ടിൽ വന്നതിൻ്റെ ശേഷം ഒന്നുകിൽ എവിടെയെങ്കിലും പോവും, അല്ലെങ്കിൽ പിന്നെ കിടന്നുറങ്ങും. ഒന്ന് ഉറങ്ങി എണീച്ചാൽ ഭയങ്കര സ്ട്രെസ്ഡായി നിൽക്കുന്ന സമയത്ത് നമ്മളൊരു batch 1 എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഭാട്ടിയ കാലിക്കറ്റിൽ എക്സ്ക്ലൂസീവ്ലി. അപ്പോൾ അതിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ എത്രത്തോളം ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ എക്സാമിൻ്റെ കുറച്ച് മുന്നേ ഞാൻ അതിൽ ആഡായത്. ആ ഗ്രൂപ്പ് ആഡാക്കിയതിന് ശേഷം നമ്മൾ വീട്ടിലിരുന്ന് ഇരുന്ന് പഠിക്കല്ലേ. അപ്പോൾ
ഒന്നാമത് നമ്മൾ ആരും പഠിക്കുന്ന കാണുന്നില്ല. പക്ഷെ ആ ഗ്രൂപ്പിൽ ഓരോ മെസ്സേജ് കാണുമ്പോൾ ഇത്രയും കുട്ടികൾ ഇത്രയും അഗ്രസീവായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അപ്പം ഞാനിങ്ങനെ ഇരുന്നാൽ ബാക്കിലാവും. ആ ഒരു തോട്ട് വരും ഇവരെ മെസ്സേജ് കാണുമ്പോൾ. കാരണം പൾസിലെ ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഇവർ ചോദിക്കുന്നത്, എന്നാൽ അതിൻ്റെ ആൻസർ ഇതായിരുന്നു. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ വരും, ഇത് ഏതായിരുന്നു എന്നുള്ളൊരു. ചിലപ്പോൾ നമുക്ക് പൾസിൽ മിസ്റ്റേക്ക് ഉണ്ടാവാമല്ലോ, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഞാൻ മിസ്റ്റേക്കുള്ള ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കും എന്നല്ലാണ്ട് ചിലത് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കും. ആ ഒരു ക്വസ്റ്റ്യന് കുറേ നേരമൊന്നും ഞാൻ കളയലില്ല. ജസ്റ്റ് കുറേ എന്തിനാ ഒരൊറ്റ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ചിലർ ഫുള്ള് കുറേ അയിമൽ തന്നെ ഇരിക്കും. ഏതെങ്കിലും സമയം കിട്ടുമ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുകയാണെങ്കിൽ ഞാൻ ആരോടും ചോദിക്കുമെന്നല്ലാണ്ട് കുറേ നേരം ഒരു ക്വസ്റ്റ്യൻ മേലെ ഇരിക്കലില്ല. ഒരു എക്സ്പ്ലനേഷൻ ആണെങ്കിലും കുറേ ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കി കഴിഞ്ഞു. ആ ഗ്രൂപ്പിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കൺഫ്യൂസിങ് ആയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആൻസർ പറയും, അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട്. പക്ഷെ ആ ഗ്രൂപ്പ് അതുകൊണ്ട് നല്ല ഉപകാരമായിരുന്നു. കാരണം മിക്കവാറും ഞാൻ വിചാരിക്കും ഈ കുട്ടികൾക്കൊക്കെ എന്ത് വിവരം, നല്ലോണം എല്ലാ എക്സ്പ്ലനേഷൻ തരും അവർ. അന്നേരം മുതൽ ഞാനും എനിക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഫോട്ടോ എടുത്ത് അതിലിട്ട ആരെങ്കിലും ഒക്കെ ആൻസർ തരുമല്ലോ, അത് നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. പിന്നെ ആ ഗ്രൂപ്പ് കൊണ്ടുള്ള മെച്ചം നമുക്കിങ്ങനെ തോന്നും, നമ്മൾ ഇത്രയൊന്നും പഠിച്ചാൽ പോരാ. ഞാനൊക്കെ രാവിലെ കുറച്ച് നേരം കഴിഞ്ഞ് എണീച്ച് വായിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരെ രാവിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ കാണും. ഈ കുട്ടി ഇത്രയും നേരത്തെ ഞാൻ കമ്പയർ ചെയ്യും. ആ ഗ്രൂപ്പ് നല്ല ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഒരു റിസോഴ്സസ് അതർ ദാൻ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നമ്മളെ ആപ്പ് അതർ ദാൻ ഏതെങ്കിലും റിസോഴ്സസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ CDCൽ ജോയിൻ ചെയ്തില്ലായിരുന്നു, അതും എനിക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഞാൻ വേറെ എക്സ്ട്രാ ബുക്സ് പഠിച്ചത് നമ്മളെ ആപ്പും ഞാൻ പറഞ്ഞ സാറിൻ്റെ ക്ലാസ്സും അതൊക്കെ പഠിച്ചത് തന്നെയാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹാബിറ്റ് ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്തൊരു ഹാബിറ്റ് ലാസ്റ്റ് സമയത്ത് ഭയങ്കര എക്സ്ട്രാ അടിച്ച് തന്നെ ഏതെങ്കിലും ഒരു ഹാബിറ്റ് ഉണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് മുതൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഈ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ എനിക്ക് ഹെൽപ്പ് ചെയ്ത്. ഒന്ന്, ഞാൻ ഡെയിലി ഡേറ്റ് ഇട്ടിട്ട് ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്തെന്നുള്ളത് ആ ബുക്ക് എൻ്റെ കൈമേലുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ഞാനിങ്ങനെ എനിക്ക് നെഗറ്റീവ് അടിക്കുമ്പോൾ ഞാൻ ഈ എല്ലാ ദിവസവും ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരു ദിവസവും ഒരു 400 to 500 ക്വസ്റ്റ്യൻ ചെയ്യാത്ത ദിവസം എന്തായാലും ഫസ്റ്റ് മുതലേ ഉണ്ടാവില്ല. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാവരും പറയും 1500 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെന്ന് പറയും. പക്ഷെ അതെനിക്ക് പറ്റൂലായിരുന്നു. അത് ഓരോരുത്തരുടെ സ്പീഡ് അനുസരിച്ചല്ലേ. ഞാൻ ഒരു 800 900 ഏറ്റവും മാക്സിമം പോയാൽ എനിക്ക് 1000 അത്ര എനിക്ക് പറ്റുള്ളൂ. അതിന് മേലൊന്നും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. ഡെയിലി എക്സാം അടുപ്പിച്ചാണെങ്കിലും എനിക്ക് കുറേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ലാസ്റ്റ്. പിന്നെ കുറേ നോട്ടൊക്കെ വായിച്ച് മെല്ലെ അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ കോൺഫിഡൻസ് ഉണ്ടാക്കാനുള്ള കാര്യം ഞാൻ മാർക്ക് ചെയ്ത് വെച്ച കാര്യങ്ങൾ, ഞാൻ ഇതൊക്കെ ഇത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് കാണുമ്പോൾ ഞാൻ ഇതൊക്കെ റിവൈസ് ചെയ്തിട്ടുണ്ടല്ലോ, ഇത്രയും പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒന്നും കിട്ടാണ്ടിരിക്കില്ല ആ ഒരു സംഭവം. പിന്നെ നമുക്ക് നെഗറ്റീവ് തോന്നുന്ന ഒന്നിനോട് ഒരു കോണ്ടാക്റ്റും വെക്കണ്ട, അത് നല്ലൊരു കാര്യമായിരിക്കും. കാരണം നമ്മളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന പോലത്തെ കോണ്ടാക്റ്റ് എല്ലാം അങ്ങ് ഒഴിവാക്കുക. കാരണം നമ്മൾ ആ ഒരു ഇതൊന്നുമല്ല, നമ്മളിപ്പോൾ എന്ത് പഠിക്കുന്നോ അതായിരിക്കും നമ്മളെ റിസൾട്ട്. അന്ന് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, ഇപ്പോൾ പഠിക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് മാർക്ക്. അങ്ങനെ അല്ലാണ്ട് ചിലരൊക്കെ നമ്മളോടിപ്പോൾ ഇത് നമുക്ക് പറ്റുമോ എന്ന് തോന്നിക്കുന്ന ഫ്രണ്ട്ഷിപ്പൊന്നും ഇപ്പോൾ ഇല്ലാത്തതാണല്ല. നമ്മളെന്തായാലും ഇപ്രാവശ്യം എഴുതിയെടുക്കും, നമുക്ക് കിട്ടും എന്ന് പറയുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ ഒരു സർക്കിൾ നല്ലതായിരിക്കും. ഫൈസ GDC ആലപ്പുഴയിലാണ് പഠിച്ചത്. ആലപ്പുഴ ഡെന്റൽ കോളേജ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു റാങ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഞങ്ങൾക്ക് അവിടെ PGs ഇല്ല, പക്ഷേ SRമാരുമായിട്ട് ഞങ്ങൾക്ക് നല്ല കണക്ഷൻ കിട്ടും. പിന്നെ PGs ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഫാക്കൽറ്റീസുമായിട്ട് നല്ല കമ്പനി ആവാൻ പറ്റും. കമ്പനി മീൻസ് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാർമാരാണെങ്കിലും ഞങ്ങൾക്ക് ഓർത്തോൻ്റെ സാറ്, പിന്നെ ഞങ്ങളെ ജിനു സാറുണ്ട്, അവർ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഓർത്തോ കിട്ടിയതാണ്. അങ്ങനെ ഓരോരുത്തർ അവരവരത് പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു എനിക്കും കിട്ടണം. അതേപോലെ ഞങ്ങൾ HSC ചെയ്യുമ്പോഴുള്ള എല്ലാ SRമാരും അവരൊക്കെ നല്ല കമ്പനിയായിരുന്നു. ഇങ്ങനെ പഠിക്കണം, നിങ്ങളിപ്പോൾ വായിച്ചാൽ ഇതാണ് ഏറ്റവും നല്ല ടൈം എന്നൊക്കെ പറഞ്ഞിരുന്ന നല്ല കുറേ സീനിയേഴ്സ് ഉണ്ട്. പിന്നെ അവിടെ എൻജോയ് ചെയ്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ ആ ചേച്ചി എന്നും എന്നോട് ഇങ്ങനെ പറയുന്നത് എനിക്ക് എന്തോ പറ്റും, ആ ഒരു ഇഷ്ടം വരാൻ നമുക്ക് ചിലർ കാരണമാവില്ലേ, അങ്ങനത്തെ കുറേ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പഠിക്കാത്തത് കൊണ്ടുള്ള ഒരു ഞങ്ങളൊക്കെ ജസ്റ്റ് പാസ്സാവാൻ പഠിച്ചെന്നുള്ളതല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലർ PG ഇല്ലാത്തത് കൊണ്ട്, ഞങ്ങളുടെ കോളേജ് PG ഇല്ലല്ലോ, PG ഇല്ലാത്ത കോളേജ് അങ്ങനെയല്ല, ഞങ്ങൾക്ക് അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് കുറച്ചും കൂടെ കേസും ഞങ്ങൾക്ക്
SR-മാരോടാണെങ്കിൽ ചോദിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. നല്ല തന്നെയായിരുന്നു എന്തായാലും. പിന്നെ എനിക്ക് കുറേ MBBS കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഒരു പാലിയേറ്റീവിൻ്റെ യൂണിറ്റ് ഉണ്ട്, PCU പേഷ്യൻ്റ് കെയർ യൂണിറ്റ്. അവിടുത്തെ കോളേജിൻ്റെ അതല്ല, പുറത്ത് അവിടെ ഒരു കാർഡിയോളജിസ്റ്റ് ഉണ്ട്. ഞാൻ അവരെ കൂടെ ആയിരുന്നു, ഡോക്ടർ അബ്ദുസലാം എന്ന് പറഞ്ഞിട്ട്. ആ കനിവിന് പോകുന്നത് ഏറ്റവും എനിക്ക് ഹെൽപ്പ് ചെയ്തേക്ക്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ മെഡിസിൻ്റെ ടോപ്പിക്സ് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ മൾട്ടിപ്പിൾ മൈലോമ കേസ് അങ്ങനത്തെ കാണുന്ന കേസൊക്കെ സാറ് നമുക്ക് പറഞ്ഞുതരും, നമ്മളോട് വായിക്കാൻ പറയും. അത് BDS കുറച്ച് പേരൊക്കെ വരലുള്ളായിരുന്നു, പക്ഷെ ഞാൻ കഴിയുന്ന പോലെയൊക്കെ പോയാലുണ്ടായിരുന്നു. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. നമ്മൾ അറിയാണ്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾ റെയിൽ ട്യൂബ് ഇടും, കത്തീറ്റർ ഇടും, ഞങ്ങൾ അങ്ങനത്തെ കുറേ അസൈറ്റിക് ടാപ്പ് ചെയ്യും, അങ്ങനത്തെ പ്രൊസീജിയറൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അസൈറ്റിസ് ഒക്കെ നമ്മൾ മെഡിസിൻ പഠിക്കുമ്പോൾ പേഷ്യൻറ്റിന് നമ്മൾ ഇതാണ് ചെയ്തിരുന്നത്, അങ്ങനത്തെ കുറേ ഹെൽപ്പിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ മെഡിസിൻ ടോപ്പിക്സൊക്കെ കുറച്ചുകൂടെ പഠിക്കാനും ഇഷ്ടമുണ്ടായിരുന്നു. കാരണം ഞാൻ കേസ് കാണുന്നുണ്ട് അവരെ പോലെ തന്നെ, കഴിയുന്ന പോലെയൊക്കെ ഞാൻ അതിന് പോകലുണ്ടായിരുന്നു. നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. ബാറ്റിയിൽ ഏറ്റവും ഫേവറേറ്റ് ഫാക്കൽറ്റിനെ ചോദിച്ചാൽ പറയും? അങ്ങനെ ചോദിച്ചാൽ ഒരാളെ പേര് പറയാൻ പറ്റില്ലെങ്കിൽ? പാട്ടിയിലെ ക്ലാസ്സൊക്കെ എല്ലാ ക്ലാസ്സും ഞാൻ കേട്ട ക്ലാസ്സൊക്കെ ഞാൻ ലാസ്റ്റ് ക്ലാസ് കേൾക്കാത്തത് ഉള്ളതല്ലാണ്ട് കേട്ട ക്ലാസ്സൊക്കെ എല്ലാം നല്ല ഡെപ്തിൽ പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. ടൈം ഉണ്ടെങ്കിൽ ഫുൾ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബേസ് കിട്ടും. അത് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു, ഞാനത് ചെയ്തു വെച്ചതുകൊണ്ട്. മിക്കവാറും എല്ലാ ക്ലാസ്സിലും പക്ഷെ ഒരുപാട് നോട്ട് വായിക്കാനുണ്ടാവും, കൺസൈസ് അല്ല, പക്ഷെ നല്ല ഡെപ്തിലാണ് പോവുക. പ്രത്യേകിച്ച് ഇങ്ങനെ ഇന്ന സ്റ്റാഫ് അങ്ങനെ പറയാൻ പറ്റില്ല. ഫൈനലായിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോട് എന്താണ് ഫൈസക്ക് പറയുന്നത്? നമുക്ക് ഹൗസ് ഏജൻസി ടൈമിൽ നല്ല ടൈം കിട്ടും. കാരണം നമ്മളൊരു 2 മണിക്ക് ക്ലിനിക്സ് കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്ത് ഇരുന്ന് വായിക്കാൻ കുറേ നല്ല സമയമുണ്ട്. അപ്പോൾ കഴിയുന്ന ആ ടൈമിൽ വായിക്കാം. കാരണം ആ ടൈമിൽ വായിക്കുന്നത് നമുക്ക് പിന്നെ ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ട്. ഇനി അന്നേരം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് പിന്നെ അതൊരു എളുപ്പം ഉണ്ടാവും പിന്നെ പഠിക്കുമ്പോൾ. അപ്പോൾ കഴിയുന്ന പോലെ അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇത് കിട്ടും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഞാൻ പഠിച്ചിട്ടില്ല. ആ ഒരു ഡിലേ ഇല്ലാണ്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് അറ്റംപ്റ്റ് കയറാൻ പറ്റും. ഇപ്പം ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനാണെങ്കിൽ തന്നെ നമ്മൾ ഇരുന്നാൽ പറ്റും. ഈ ഒരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ എടുത്ത് തന്നെ പഠിക്കണം. ജസ്റ്റ് പൾസ് ചെയ്താൽ കിട്ടുമെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല, അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. ഒരുപാട് പേര് ഫുൾ ടൈം ഇരുന്ന് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് പഠിച്ചാലേ നമുക്കിത് കിട്ടുള്ളൂ. ഒരു ക്ലിനിക്കൽ ബ്രാഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇരുന്ന് വായിച്ചാലേ കിട്ടത്തുള്ളൂ.